ഹായ് ഗൈസ്, എല്ലാവർക്കും ഗായത്രീസ് വീട്ടിലേക്ക് നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ തോരനാണ്. നമ്മൾ ചട്ടി അടുക്കി വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി അടുക്കി വെച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടായപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരേണ്ടത് വരെ വെയിറ്റ് ചെയ്യാം. സവാള ചെറുതായിട്ട് കൊത്തി നിർത്തിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഉള്ളിയൊന്ന് പെട്ടെന്ന് വാടി കിട്ടും. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. ഉള്ളിയെല്ലാം നന്നായി വാടി കഴിയുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഇത് പച്ച മണം മാറുന്നത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ച മണം മാറുന്നത് ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അത് നമ്മൾ ചേർത്ത് കൊടുത്തതിനകത്തോട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. ഈ മസാലയെല്ലാം നല്ല ചിക്കനിൽ നന്നായിട്ട് പുരണ്ട് വരണം. ഇത് മസാലയെല്ലാം നന്നായിട്ട് ചിക്കനകത്തോട്ട് പുരണ്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് വേകാൻ ആവശ്യമായി കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ ഒരുപാട് നമ്മൾ കറിക്ക് വെക്കുന്ന പോലെ ഒത്തിരി വെള്ളം ചേർക്കണ്ട. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഈ തേങ്ങയും ചേർത്ത് നന്നായിട്ട് ഈ ചിക്കനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ തോരൻ റെഡിയായി കഴിഞ്ഞു. ഇപ്പം നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില, മല്ലിയില ഇതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. രുചികരമായ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാട് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും വളരെയധികം ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ് ചിക്കൻ തോരൻ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും കറിയൊക്കെ വെച്ച് കഴിക്കുന്നതില്ലേ. അപ്പോൾ ഒരിക്കൽ ചിക്കൻ തോരൻ ട്രൈ ചെയ്യുക.